ഈസി ജോഗ്രഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC NET Paper 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന യൂണിറ്റിൽ നിന്നുള്ള 9ാമത്തെ മോക്ക് ടെസ്റ്റാണ് ഇത്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൽ നിന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നുള്ളത് മറ്റ് ചാപ്റ്ററിൽ നിന്നുള്ള മോക്ക് ടെസ്റ്റിൻ്റെ എല്ലാം വീഡിയോ ലിങ്ക് കൊടുത്തിരിക്കാം. കാണാത്തവർ കാണാൻ മറക്കണ്ട. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് പോകാം. First one, Dash is concerned with evaluation of people's learning difficulties during instruction. Instruction സമയത്ത് കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ സമ്മേറ്റീവ്, ഫോളോ അപ്പ്, ഡയഗ്നോസ്റ്റിക്, ക്രൈറ്റീരിയൻ റെഫറൻസ്ഡ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഓരോരോ മോക്ക് ടെസ്റ്റുകളിലായിട്ട് ഇവാലുവേഷനെ കുറിച്ചുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്താം. അപ്പോൾ ഇവിടെ കുട്ടികളുടെ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് തിരിച്ചറിയാനുള്ളത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. ഡയഗ്നോസം ഒന്ന് ഓർക്കുക, ഡിഫിക്കൽട്ടീസ് തിരിച്ചറിയാനുള്ള. അപ്പോൾ ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അറിയാനുള്ളത് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ദ സീക്വൻസ് ഓഫ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ടീച്ചിങ്. ലെവൽസ് ഓഫ് ടീച്ചിങ്ങിൻ്റെ ആ ഒരു സീക്വൻസ് എങ്ങനെയാണെന്ന്. ലെവൽസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുമ്പോൾ ലേണർ സെൻറ്റേർഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ് ആണ് ആ ലെവൽസ്. ആ ഒരു സീക്വൻസ് എങ്ങനെയാണ്? ആൻസർ ഓപ്ഷൻ എ തന്നെയാണ്. മെമ്മറിയാണ് ഏറ്റവും ലോവസ്റ്റ് വരുന്നത്, ദെൻ അണ്ടർസ്റ്റാൻഡിങ് ലെവൽ വരുന്നു, ഏറ്റവും ലാസ്റ്റ് ആയിട്ട് റിഫ്ലക്റ്റീവ് ലെവൽ. അപ്പം മെമ്മറി ലെവൽ, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ, റിഫ്ലക്റ്റീവ് ലെവൽ, അതാണ് ആ ഒരു സീക്വൻസ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ എലമെന്റ്സ് ഓഫ് ഇവാലുവേഷൻ പ്ലാൻ. ഇവാലുവേഷൻ പ്ലാന്റെ എലമെന്റ്സ് താഴെ പറയുന്നതിൽ ഏതൊക്കെയാണ്? പർപ്പസ്, റിസോഴ്സസ്, അനാലിസിസ്, അതോറിറ്റി. അപ്പോൾ ഒരു ഇവാലുവേഷൻ പ്ലാന്റെ എലമെന്റ്സിൽ വരുന്നത് പർപ്പസ് ഉണ്ടാവും, ദെൻ ഇവാലുവേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്രൈറ്റീരിയാസ് ഉണ്ടാവും, ടൈം പ്ലാൻ ആൻഡ് വർക്ക് പ്ലാൻ ഉണ്ടാവും. അപ്പോൾ ഈ ടൈം പ്ലാനും വർക്ക് പ്ലാനും ഇതെല്ലാം കൂടി റിസോഴ്സസിൽ വരും. അതുപോലെ കളക്ടിങ് ഡേറ്റ ഫോർ ഇവാലുവേഷൻ, നെക്സ്റ്റ് ഡേറ്റ അനാലിസിസ് വരുന്നുണ്ട്. അപ്പോൾ അനാലിസിസും വരുന്നു. അപ്പോൾ 1, 2 and 3 ആണ് അതോറിറ്റി എലമെന്റ്സ് ഓഫ് ഇവാലുവേഷൻ പ്ലാനിൽ വരുന്നില്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പർപ്പസ്, റിസോഴ്സസ്, അനാലിസിസ്, ഇത്രയുമാണ് ഇവാലുവേഷൻ പ്ലാന്റെ എലമെന്റ്സ്. നെക്സ്റ്റ് വൺ, ദ പ്രൈം റിക്വയർമെന്റ് ടു ബിക്കം എ ഗുഡ് ടീച്ചർ ഈസ് ടു ഹാവ്. ഒരു ഗുഡ് ടീച്ചർ ആകാനുള്ള ഏറ്റവും അത്യാവശ്യമുള്ള റിക്വയർമെന്റ് ഏതാണ്? ജെന്യൂൻ ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ്, നോളജ് അബൌട്ട് കൺട്രോളിംഗ് സ്റ്റുഡൻസ്, സബ്ജക്ട് നോളജ്, ഗുഡ് എക്സ്പ്രഷൻ. അപ്പോൾ ഒരു ഗുഡ് ടീച്ചറാകാൻ തീർച്ചയായും ജെന്യൂൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പക്ഷേ ഇൻട്രസ്റ്റ് മാത്രം പോരാ, ഏറ്റവും പ്രധാനമായിട്ട് എന്താ, സബ്ജക്ട് നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ സബ്ജക്ട് നോളജ് ഉണ്ടാകുമ്പോൾ നമുക്ക് പഠിപ്പിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. ദെൻ കുട്ടികളെ കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു നോളജോ അല്ലെങ്കിൽ ഗുഡ് എക്സ്പ്രഷനോ ഒന്നും പ്രൈം റിക്വയർമെന്റിൽ തന്നെ വരുന്നില്ല. പിന്നീട് നമുക്ക് ഡൗട്ട് വരുന്നത് ഇത് രണ്ടുമാണ്. ജെന്യൂൻ ഇൻട്രസ്റ്റ് ഇൻ ടീച്ചിങ് ആൻഡ് സബ്ജക്ട് നോളജ് ആണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സബ്ജക്ട് നോളജ് തന്നെയാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, when the learner is self-directed, internally motivated and ready to learn, it is termed as. ഒരു ലേണർ സെൽഫ് ഡയറക്റ്റഡ് ആയിട്ട് ഉള്ളിൽ നിന്ന് തന്നെ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വരുന്നതിനെ നമുക്ക് എന്ത് വിളിക്കാം? ആൻഡ്രഗോഗി, പെഡഗോഗി, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓപ്പൺ ലേണിംഗ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും ഓപ്പൺ ലേണിംഗും എന്തായാലും വരില്ല, അത് മറ്റൊരു തരത്തിൽ വരുന്നതാണ്. ദെൻ ആൻഡ്രഗോഗി ആൻഡ് പെഡഗോഗി. ആൻഡ്രഗോഗി എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും അഡൽട്ട് എഡ്യൂക്കേഷൻ, അഡോളസെന്റ് എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. പെഡഗോഗി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം. അപ്പോൾ ആൻഡ്രഗോഗി ആയിരിക്കും ഇന്റേണലി മോട്ടിവേറ്റഡ് ആയിട്ട്, അഡൽട്ട് എഡ്യൂക്കേഷൻ ആയിരിക്കും ഇന്റേണലി മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ മുതിർന്നവർ പഠിക്കാൻ വരിക എന്നുള്ളപ്പോൾ അവർ തീർച്ചയായും ഉള്ളിൽ നിന്നുള്ള ആ ഒരു മോട്ടിവേഷനോട് കൂടി വരുന്നതായിരിക്കും. ഇപ്പോൾ കുട്ടികളെ ആണെങ്കിലോ കുട്ടികളുടെ ഇഷ്ടപ്രകാരം അല്ലല്ലോ, പെഡഗോഗിയിൽ കുട്ടികളുടെ ഇഷ്ടപ്രകാരം അല്ലല്ലോ പഠിക്കാൻ വരുന്നത്. പക്ഷേ ആൻഡ്രഗോഗി എന്ന് പറയുമ്പോൾ അഡൽട്ട് എഡ്യൂക്കേഷൻ ആണ്. അഡൽട്ട്സ് പഠിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ അവർ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ്, ആൻഡ്രഗോഗി. നെക്സ്റ്റ്, ഫുൾ ഫോം ഓഫ് സ്വയം. SWAYAM. ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ആൻസർ ഓപ്ഷൻ സി ആണ്, സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ്.
study webs of active learning for young aspiring minds. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് സ്വയം എന്ന് പറയുന്നത്. ഫ്രീ എഡ്യൂക്കേഷനാണ് സ്വയം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൺലൈൻ കോഴ്സസ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി 4 ക്വാഡ്രൻസ് ഉണ്ട്. അതുപോലെ ആ ഒരു എഡ്യൂക്കേഷൻ്റെ ബെസ്റ്റ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഏജൻസീസ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നോക്കിക്കൊള്ളുക. According to the new education policy, how much of the gross domestic product will be spent on education? പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് GDPയുടെ എത്ര പെർസെൻറ്റേജ് ആണ് എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുന്നത്? 6.5, 6, 4.45. ആൻസർ ഓപ്ഷൻ ബി ആണ്. 6% ആണ്. GDPയുടെ 6% ആണ് എഡ്യൂക്കേഷന് വേണ്ടി ചിലവാക്കുന്നത്. Next, the central government has approved the new education policy. Now, what pattern will be adopted in school? പുതിയ എഡ്യൂക്കേഷൻ പോളിസി അനുസരിച്ച് സ്കൂൾ എഡ്യൂക്കേഷൻ്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്? 2020 പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നത്. കുറേ അധികം മാറ്റങ്ങളാണ് നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്കൂൾ എഡ്യൂക്കേഷൻ്റെ പാറ്റേൺ എങ്ങനെയാണ് അതിൽ? ആൻസർ 5+3+3+4 എന്നുള്ളതാണ്. 15 വർഷം സ്കൂൾ എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. 5 വർഷം ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. ഫസ്റ്റ് 5 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്. ദെൻ 3 years ഇൻ പ്രിപ്പറേറ്ററി സ്റ്റേജ്, ദെൻ 3 years ഇൻ മിഡിൽ സ്റ്റേജ്, 4 years ഇൻ സെക്കൻഡറി സ്റ്റേജ്. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടീച്ചിങ്? ഗുഡ് ടീച്ചിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്: ട്രെയിനിങ് ഓഫ് ദ എഡ്യൂക്കേഷൻ, പ്രൊഫഷണൽ ആക്ടിവിറ്റി, ഗിവിംഗ് ഗൈഡൻസ്. ഒരു ഗുഡ് ടീച്ചിങ്ങിൽ വേണ്ടതാണ് ഇതെല്ലാം തന്നെ. എഡ്യൂക്കേഷൻ ട്രെയിനിങ് വേണം, പ്രൊഫഷണൽ ആക്ടിവിറ്റി ഉണ്ടായിരിക്കണം, ഗൈഡൻസ് നൽകണം. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2 and 3. In which of the following levels of teaching teacher-centered and subject-centered techniques are used? ടീച്ചർ സെൻറ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ജക്ട് സെൻറ്റേർഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഏത് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ആണ്? മെമ്മറി, അണ്ടർസ്റ്റാൻഡിങ്, റിഫ്ലക്റ്റീവ്. നമുക്കറിയാം മെമ്മറി ലെവൽ എന്ന് പറയുമ്പോൾ ഒരു കാണാപ്പാഠം പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പെട്ടെന്ന് ഓർമ്മിച്ച് വെക്കുന്നതാണ്. അണ്ടർസ്റ്റാൻഡിങ് ലെവൽ എന്ന് പറയുമ്പോൾ കുട്ടിക്ക് അത് മനസ്സിലാക്കി കൊടുക്കുന്നത്. ദെൻ റിഫ്ലക്റ്റീവ് എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം കുട്ടിയിൽ നിന്ന് ഉണ്ടാകേണ്ടത്. അപ്പോൾ ഒരു ടീച്ചർ സെൻറ്റേർഡ് അല്ലെങ്കിൽ സബ്ജക്ട് സെൻറ്റേർഡ് ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഓഫ് ടീച്ചിങ്ങിൽ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ പൂർത്തിയായി. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.